ഷെഡ്യൂൾസൊക്കെ പക്ക ആണോന്ന് നോക്കണം. ഒക്കെയാണ് ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലികൾ. ഇവന് ഓർത്തിരിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് പെട്ടെന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഒക്കെ ഓർത്ത് വെക്കണം. കറക്റ്റായിട്ട് അവൾ ചോദിക്കുമ്പോൾ ആൻസർ പറയണം. ആ ഒരു ചിന്തയിൽ ഒക്കെ അവൻ പഠിക്കും. അങ്ങനെ ദേ നൈറ്റ് ഫുള്ള് കുത്തിയിരുന്ന് പഠിച്ച് അവൻ ഒക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി. നമ്മുടെ CEO എത്തുന്നതിന് മുൻപേ അവൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ജിയോനാണെങ്കിൽ കയറി വരുമ്പോൾ എല്ലാം തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഡോക്യുമെന്റ്സും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് അവിടെ തന്നെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് CEO ഇവൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് CEO പെട്ടെന്ന് തന്നെ ഈ ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് CEO പറയാണ്, എനിക്കറിയാം ഇത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്, പക്ഷേ സ്റ്റാപ്ലർ അടിക്കുമ്പോൾ ഇപ്പോഴും 45 ഡിഗ്രി ആയിരിക്കണം. പിന്നെ ഇവൻ ചെയ്യേണ്ട ബാക്കി ഡ്യൂട്ടീസ്, അതായത് ഇവൾക്ക് കോഫി വാങ്ങി കൊണ്ടുവരണം. അത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 3rd സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൽ നിന്നാണ് ഒരു പ്രത്യേക ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് കറക്റ്റ് ടെമ്പറേച്ചറിലുള്ള ചായ വേണം കൊണ്ടുവരാൻ. ഈ കോഫി ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു ക്യൂ തന്നെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഒടുക്കത്തെ തിരക്കാണ് ആ ഒരു ഏരിയയിൽ. ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു വിധത്തിലാണ് ഇവൻ കോഫി ഇവളുടെ ടേബിളിൻ്റെ അവിടം വരെ എത്തിക്കുന്നത്. ഇവനാണെങ്കിൽ കോഫി എടുത്ത് കുടിച്ചു നോക്കുന്നുണ്ട്. ഒരു സിപ്പ് കുടിച്ചിട്ട് അവൾ അത് അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ്. ഇയൂൺ ഓഫീസിലുള്ളപ്പോൾ അവൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എന്തെങ്കിലും ഫയൽസ് നോക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ CEO. അവളാണെങ്കിൽ ഭയങ്കര മെസ്സായിട്ട് നടക്കുന്ന കാരണം അവളുടെ തല പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ടേബിൾ മേടിക്കും. അതുപോലെ തന്നെ പല സാധനങ്ങളും കാല് പോയി തട്ടും. ഇതൊക്കെ യുൺഹോ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഫയലൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഓഫീസിന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറുന്നുണ്ട് ഓഫീസിലേക്ക്. എന്നിട്ട് അവളുടെ ഷ്രഗ്സും ഫോണൊക്കെ എടുത്തിട്ട് വീണ്ടും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവൾ ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മുടെ യുൺഹു ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് ഇവൾ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ ഇവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ ഓൾറെഡി HR ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഫീസിലുള്ള ടൈമിൽ ജിയൂൺ ആണെങ്കിൽ ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബെയ്യുള് അച്ഛൻ്റെ കൈമ ഒരു സീല് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യു ഡിഡ് വെൽ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ആ സ്റ്റാമ്പിൽ. ഇത്രയും ദിവസം പുതിയ കമ്പനിയിൽ ചെയ്ത എല്ലാ വർക്കും അടിപൊളിയായിരുന്നു, അച്ഛൻ നന്നായി വർക്ക് ചെയ്തു എന്നാട്ടോ അവൾ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ ഒരു ബുക്ക് സ്റ്റോർ ആണ് കാണിക്കുന്നത്. നമ്മുടെ ബിയോളിൻ്റെ ഫ്രണ്ടിലെ അവൻ്റെ അമ്മ ചെറിയൊരു റൈറ്റർ കൂടിയാണ്. കളറിംഗ് ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളാണ് അതെന്ന് ആരെയും അറിയിച്ചിട്ടില്ല. അതായത് ഈ വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇത് ഞാൻ ചെയ്തതാണ് എന്നൊന്നും അവൾ പറയില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ യുൺഹോ അങ്ങോട്ട് വരുന്നത്. യുൺഹോ ആണെങ്കിൽ ഇതിൽ നിന്നൊരു ബുക്ക് എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നിൽക്കുന്ന നമ്മുടെ ബിയോളുടെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ പേര് ജങ്സു ഹിയോൾ എന്നാണ് കേട്ടോ. അവൾ നേരത്തെ ബുക്സിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നപ്പോൾ നമ്മുടെ യുൺഹോ വന്നിട്ട് ഇവളുടെ കൈമ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. അപ്പോൾ യുൺഹോ നേരത്തെ പിടിച്ചതുകൊണ്ട് ആ കൈ അവളിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ക്രഷ് ഇവൾക്ക് നമ്മുടെ യുൺഹോനോടുണ്ട്. ഇവർ രണ്ടുപേരും ഇവരുടെ വർക്കിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ. പുതിയ ബോസും സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യുൺഹോ പറയുന്നുണ്ട്, ആ ഓഫീസിലുള്ള എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ബോസിനൊഴികെ. അപ്പോൾ സെഹ്യോൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ആ ബോസിൻ്റെ സെക്രട്ടറി തന്നെയല്ല അവിടെ എന്ന് ചോദിക്കുകയാണ്. ഇവൻ ശരിക്കും ഈ ബുക്ക് സ്റ്റോറിൽ വന്നത് കുറച്ച് ബുക്സ് വാങ്ങിക്കാനാണ് കേട്ടോ. അതായത് ഒരു ബോസിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് ഒരു സെക്രട്ടറി ബിഹേവ് ചെയ്യേണ്ടത്, ബോസ് ഭയങ്കര റൂഡാണെങ്കിലും ഹെയ്റ്റ് ചെയ്താലും എങ്ങനെയായിരിക്കണം ഒരു സെക്രട്ടറി ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ബുക്സ് ആണ് കേട്ടോ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത്. സീനിൽ നമ്മുടെ ജിയൂൺ ഉറക്കെ ഇരുന്നിട്ട് സിയോനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിയോക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. സിയോ ചോദിക്കുന്നുണ്ട്, നിനക്കൊരു സെക്രട്ടറിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടില്ലേ ചോദിക്കുന്നുണ്ട്. യുൺഹോ ആണെങ്കിൽ ഓടി വന്ന് അവളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും യുൺഹോനെ ജിയൂൺ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നേരെ സിയോയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സിയോനോട് പറയുകയാണ്, സെലിം ഗ്രൂപ്പും ഫോക്കസ് ബിൽഡിങ്ങും തമ്മിലുള്ള ഫൈനൽ മീറ്റിംഗ് കൺഫേം ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പെർഫെക്റ്റ് ടെമ്പറേച്ചറിലുള്ള കോഫി ഉടനെ തന്നെ കിട്ടണമെന്ന് പറയുകയാണ് കേട്ടോ. CEO ആണെങ്കിൽ നമ്മുടെ ജിയോൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നിനക്കൊരു സെക്രട്ടറിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ നീ അവനെ യൂസ് ചെയ്യുക. അവനാണെങ്കിൽ ഓൾറെഡി നല്ല എക്സ്പീരിയൻസും ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷനും ഉണ്ട്, ഓവർ ക്വാളിഫൈഡ് ആണ് അവൻ. എനിക്ക് ഇഷ്ടം പോലെ പണി അപ്പുറത്തുണ്ട്. ഇനി നിനക്ക് ആ സെക്രട്ടറിനെ പറ്റില്ലെങ്കിൽ വേറെ ആളെ നീ തന്നെ കണ്ടുപിടിച്ചോ. എന്തായാലും എന്നെ വിളിക്കണ്ട, സെക്രട്ടറി ഇല്ലെങ്കിൽ സെക്രട്ടറിക്ക് പകരമായിട്ട്. അതേപോലെ വീണ്ടും ആശുപത്രിയിൽ പോയി കിടക്കാപ്പോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുകയാണ് കേട്ടോ അവളെ. അങ്ങനെ ദേ ഈവനിങ് ആയി, സന്ധ്യയായി, എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് പോയിട്ടോ. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഇപ്പോഴും സപ്ലൈ റൂമിലാണ്. ഇവിടെയാണ് ഒരുപാട് ഡോക്യുമെൻസും ഫയലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ജിയൂൺ ആണെങ്കിൽ ഒരു ഫയൽ എടുത്തിട്ട് തല പൊന്തിക്കുമ്പോൾ ഒരു ഡോറുമേ തല ഇടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുൺഹോ അവൻ്റെ കൈ അവിടെ വെക്കുന്ന കാരണം ഇവളുടെ തലയൊന്നും തട്ടുന്നില്ല. എന്നിട്ട് ഒരു ഫയൽ ഇവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിയൂൺ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെ, നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുൺഹോ ആണെങ്കിൽ ഈ ഫയൽ ഇവൾക്ക് കൊടുത്തുകൊണ്ട് പറയാണ്, ഇത് സെലിം ഗ്രൂപ്പിലത്തെ C-ലെവൽ എംപ്ലോയീസിൻ്റെ സാലറിയും കണ്ടീഷൻ്റെ ഒക്കെ റിപ്പോർട്ടാണ്, ഇതാണോ നോക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അത് കൊടുക്കുകയാണ് കേട്ടോ. അവൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവൾ ആവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻസും അതിലുണ്ട്. കറക്റ്റ് 45 ഡിഗ്രി ആംഗിളിൽ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട്. ജിയൂൺ അപ്പോൾ നമ്മുടെ യുൺഹോനോട് പറയുന്നുണ്ട്, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡെസ്കിലേക്ക് പോവുകയാണ് കേട്ടോ.
അവൻ്റെ ഡെസ്കിലെത്തുമ്പോൾ ഡെസ്കിൻ്റെ മേലെ മുൻപ് വേറൊരു കോവർക്കർ ഇവനൊരു ബുക്ക് കൊടുത്തില്ലേ, ആ ബുക്കൊക്കെ ഇവള് കാണുന്നുണ്ട് കേട്ടോ. ജിയൂൺ എന്നിട്ട് യുൻഹോനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. താൻ ഓൾറെഡി എൻ്റെ വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാണ്. ഒരു ഹെഡ് ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയോ എന്ന് ചോദിക്കുകയാണ്. ഞാനപ്പോൾ വീണ്ടും അന്ന് ഒരുപാട് റൂഡായിട്ട് ഹെഡ് ഹണ്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, ഇവർക്ക് മോറൽ ഇല്ലെന്നൊക്കെ ഇവൻ ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ സോറി പറയുന്നുണ്ട് വീണ്ടും. യുൻഹോ പറയുന്നുണ്ട്, മുൻപത്തെ കാര്യം വെച്ച് എന്നെ ജഡ്ജ് ചെയ്യാതെ എന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ സെക്രട്ടറി ആയി മാത്രം കണ്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവനായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിയൂൺ പോയിട്ട് അവളുടെ ഓഫീസിലിരുന്ന് ഇവൻ്റെ CV വായിച്ചു നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവനൊരു സിംഗിൾ ഫാദറാണ്, ഇവൾക്കൊരു പെൺകുട്ടിയുണ്ട്. അതേസമയം നമ്മുടെ യുൻഹോ ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയിരുന്ന് ഒരു ഹെഡ് ഹണ്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്യുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടോ നമ്മുടെ ജിയോൺ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവൻ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അവൾ നേരെ അവളുടെ ഡെസ്കിലേക്ക് പോവുകയാണ്. ഇവിടെ ഇവളുടെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഇവളുടെ മുഖത്ത് വരുന്നുണ്ടേ. നമ്മുടെ യുൻഹു ആണെങ്കിൽ കോഫിയൊക്കെ കറക്റ്റ് ടെമ്പറേച്ചറിൽ കൊണ്ടുവരാനും പഠിച്ചു. ഒരു ഏരിയയിൽ തിരക്കുള്ളതുകൊണ്ടാണ് ഇവൻ തിരിച്ച് ഓഫീസിലെത്തുമ്പോഴേക്കും ടെമ്പറേച്ചറൊക്കെ മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാണ് ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതെ, ആ കോഫി ഇവള് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പക്ക ടെമ്പറേച്ചറാണ്. അവൾക്ക് ചെറുതായിട്ട് സന്തോഷവും തോന്നുന്നുണ്ട്, ചെറിയ പുഞ്ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ടേബിളിൻ്റെ അടിയിൽ കുറേ പേപ്പേഴ്സ് വീണിട്ടുണ്ട്. ആ പേപ്പേഴ്സ് എന്നൊക്കെ നോക്കി അവൾക്ക് ആവശ്യമുള്ള ഫയലുകൾ അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾ ഈ ടേബിളിനടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മേലെ ഇവളുടെ തല ഇടിക്കാതിരിക്കാൻ നമ്മുടെ യുൻവോ അവൻ്റെ കൈ വെക്കുന്നുണ്ട് കേട്ടോ. യുൻഹോ വന്നിട്ട് അവളുടെ ലാപ്ടോപ്പിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ബ്ലാക്ക് ഫയൽ എടുത്ത് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളും അത് തന്നെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആ ഫയലും വാങ്ങി പുറത്തേക്ക് പോവാണ്. യുൻഹോ മെല്ലെ ആ പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് അവിടെ ക്ലീൻ ആക്കുകയാണ്. ആ ഡെസ്കിൻ്റെയും കോർണേഴ്സൊക്കെ അവൻ ശരിക്കും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും അവളുടെ കാലിടിച്ചാലും അവൾക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഡോറും അവൻ ശരിയാക്കിയിട്ടുണ്ട്. അവളെപ്പോഴും ഡോറ് പുറത്തേക്കല്ല തുറക്കാറ്, അതുപോലെ തന്നെ അവൻ പുറത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഡോറ്. അപ്പോൾ ഇനി തൊട്ട് ഡോറിൻ്റെ അവിടെ അവൾക്കൊരു പിടിവലി ആവശ്യം വരില്ല. അങ്ങനത്തെ ആദ്യമായിട്ട് ഇവനെയും കൊണ്ട് പുറത്ത് പോകുന്നത് കണ്ടിട്ട് അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ ഷോക്ക് ആവുകയാണ് കേട്ടോ. ഒരാളാണെങ്കിൽ നന്നായി ചിരിക്കുന്നുമുണ്ട്, അത് നമ്മുടെ CEO ആണ് കേട്ടോ. യുൻഹോയുടെ എബിലിറ്റീസിൽ നമ്മുടെ CEOക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, നെക്സ്റ്റ് സീനിൽ ഇവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തിയിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിയോളുടെ കൂടെയും ബിയോളുടെ ഫ്രണ്ടിൻ്റെ കൂടെയും കളിക്കുകയാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ സുഹ്യോൺ കാണുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. എന്നിട്ട് 2 പിള്ളേരും പോയി ഹഗ് ചെയ്യാണ്. ഇതെല്ലാവരും കൂടിയിട്ട് ലിഫ്റ്റിൽ കയറി അവരവരുടെ അപ്പാർട്ട്മെൻറ്റ് അവരവരുടെ റൂമിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയുണിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരുന്ന സമയമാണ്. അങ്ങനെ അവൾ ഫോൺ നോക്കുമ്പോൾ ഫോണിൽ ഒരു റിമൈൻഡറും വരുന്നുണ്ട് കേട്ടോ. ഈ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. അതായത് ഇവൾക്കൊരു അച്ഛനുണ്ടായിരുന്നു. ഇവളുടെ അച്ഛനും ഡിവോഴ്സ്ഡ് തന്നെയായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് ഇവളെ നോക്കി വളർത്തിയതൊക്കെ അച്ഛനാണ്. ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അച്ഛൻ ഇവളോട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ആ ഫയർ ഉണ്ടായ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഒരുപാട് തവണ പറയുന്നുണ്ട് പോവണ്ട അച്ഛാന്ന്. എങ്കിലും ഇപ്പോൾ വരാം, എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് ഇവൻ ഓടിപ്പോവാണ് കേട്ടോ. ഈ ഒരു സീനൊക്കെ സ്വപ്നം കണ്ട് പേടിച്ച് വിയർത്തിട്ടാണ് നമ്മുടെ നായിക നെക്സ്റ്റ് ഡേ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഓഫീസിൽ പോകാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ യുൻഹോ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഫുൾ ചെറി ബ്ലോസത്തിൻ്റെ ഒരു ടൈമാണ്. അപ്പോഴാണ് കുറച്ച് ദൂരെ ആയിട്ട് ജിയൂൺ ഈ ചെറി ബ്ലോസം ട്രീയുടെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇവൻ കാണുന്നത് കേട്ടോ. ജിയൂൺ ആണെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇതേപോലെ ഇവളുടെ അച്ഛൻ്റെ കൂടെ ചെറി ബ്ലോസത്തിൻ്റെ അടിയിലൊക്കെ ഇവള് പോയി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ഇവളിപ്പോഴും അച്ഛനോട് പറയായിരുന്നു, എനിക്ക് അമ്മയില്ലെങ്കിൽ എന്താ, എനിക്ക് അച്ഛനുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം അച്ഛനും പറയും ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവുന്നു അച്ഛൻ പറയും. അതൊക്കെ ആലോചിച്ചിട്ട് ജിയൂൺ അച്ഛനെ ലയർ നൊണയൻ എന്ന് പറയാണ്. അങ്ങനെ അച്ഛനെ വിളിച്ചതിൻ്റെ കാരണം ഇന്ന് അവളുടെ കൂടെ അവളുടെ അച്ഛനില്ല. വർഷങ്ങൾക്ക് മുൻപ് അവളുടെ അച്ഛൻ മരിച്ച ഒരു ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് ഗ്ലൂമിയാണ്. അവൾക്ക് ഒരു വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സിയോയ്ക്കും അറിയാം അവളുടെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് ഇന്നെന്ന്. അങ്ങനെ സിയോ പറഞ്ഞിട്ട് ഒരു വിധത്തിലാണ് യുൻഹോ ഇവളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. യുൻഹോ എന്നിട്ട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിനെ മാത്രമേ ഹോം എന്ന് പറയുള്ളൂ. ബാക്കിയുള്ള എല്ലാതും സ്റ്റോറാണ്. കൺവീനിയൻസ് സ്റ്റോർ, ബുക്ക് സ്റ്റോർ, ഇത് മാത്രമേ നമ്മൾ ഹൗസ് എന്ന് പറയുള്ളൂ. കാരണം ഫുഡ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരുപാട് സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്നൊരു കാര്യമാണ്. ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി കഴിച്ചു നോക്കണം എന്ന് പറയാണ്. ജിയോൺ ഇവനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷനൊക്കെ കിട്ടാറായ ആ ഒരു മൊമെന്റിൽ നീ ഒരു വർഷത്തേക്ക് ലീവ് എടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുൻഹോ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് എന്നെ ആവശ്യമുള്ളൊരു ടൈമായിരുന്നു അത്. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അവളും. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉണ്ടാവണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തതെന്ന് അവൻ പറയുകയാണ്. അന്ന് അങ്ങനെ ലീവ് എടുത്തതിൽ എനിക്കൊരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്.
ഇവൾക്കാണെങ്കിൽ ചെറിയ രീതിയിൽ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എങ്കിലും അത് ഇവന്റെ മുമ്പിൽ കാണിക്കുന്നില്ല. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവള് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇവനോട് കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാനും പറയുന്നുണ്ട്. ഇവള് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവൻ ഇവളുടെ ഓഫീസിലേക്ക് ഫുഡ് വാങ്ങിക്കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ബോട്ടിലും ഒക്കെ തുറന്ന് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ തിരക്കിൽ ഇവളുടെ കൈ തട്ടിയിട്ട് വെള്ളം അവിടേക്ക് പോവുകയാണ് കേട്ടോ. വെള്ളം പോകുമ്പോൾ ഒരുപാട് ഫയലൊന്നും ആവുന്നില്ല. കുറച്ച് ഡെസ്കിൻ്റെ ഒരു സൈഡിലാവുന്നേ ഉള്ളൂ. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീനും ചെയ്യുന്നുണ്ട്. എങ്കിലും അവൾ ചീത്ത പറയാണ് കേട്ടോ അവനെ. മറ്റുള്ള എംപ്ലോയീസ് കേൾക്കുന്ന പോലെ ഉറക്കൊന്നല്ല പറയുന്നത്. അവൾ പറയുന്നത് ഞാനൊരു സെക്രട്ടറിനെ വേണമെന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല. അങ്ങോട്ട് പറയുന്ന വർക്ക് മാത്രം ഇങ്ങോട്ട് ചെയ്തു തന്നാൽ മതി, എല്ലാ കാര്യവും ചെയ്യണ്ട. എന്നിട്ട് ഇവനോട് പുറത്ത് പോകാൻ പറയാണ്. ഇവനാണെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവൾക്ക് സലീം ഗ്രൂപ്പിൽ നിന്ന് ആ ഒരു ലേഡി ഇവളെ കോൾ ചെയ്യുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ ഒരു കാൻഡിഡേറ്റ് നാളെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സലീം ഗ്രൂപ്പിൽ നിന്ന് വിളിച്ച് പറയാണ് ആ കാൻഡിഡേറ്റ് വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടെന്നാണ് CEO പറഞ്ഞിരിക്കുന്നതെന്ന് ഇവൾ അറിയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ ലേഡി നമ്മുടെ ജിയോനോട് പറയുന്നുണ്ട് നീ ഒന്നും കൂടെ കുറച്ച് കെയർഫുൾ ആയിക്കോ, ആരോ നിനക്കെതിരെ പണി തരുന്നുണ്ട്, ആരോ നീ തരുന്ന കാൻഡിഡേറ്റ്സിനെയൊക്കെ തട്ടിയെടുക്കുകയാണ്, നിന്റെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കും, വേണമെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാണ് കേട്ടോ ഈ ഒരു ലേഡി. അപ്പോഴാണ് ജിയോണൊന്ന് ആലോചിക്കുമ്പോൾ കരിയർ വെൽത്തെ CEO അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആരാണ് ഇവൾ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സിനെയൊക്കെ മാറ്റുന്നതെന്ന്. അത് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എംപ്ലോയീസൊക്കെ എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. CEOയും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. ഉൺഹു ആണെങ്കിൽ കൂടെ ചെല്ലാൻ വേണ്ടി പോകുമ്പോൾ ഇവൾ പ്രത്യേകം പറയുന്നുണ്ട് ഫോളോ ചെയ്യേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഇവളിതേ കരിയർ വേയിലേക്ക് പോവുകയാണ് അവിടുത്തെ CEOനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കരിയർ വേയിൽ വന്നിട്ട് അവിടുത്തെ CEOനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാൻഡിഡേറ്റ്സിനെയൊക്കെ തട്ടി മാറ്റണമെങ്കിൽ നിനക്ക് എന്നെ അത്രമാത്രം പേടിയാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈ കരിയർ വേളത്തെ CEOനോട്. അപ്പോൾ ഹൈജിൻ പറയാണ് അതെ എനിക്ക് നിന്നെ പേടിയാണ്, ഒന്നുമല്ലെങ്കിലും ഒരാൾ നീ കാരണം മരിച്ചതല്ലേ എന്ന് പറയാണ്. പണ്ടത്തെ ഒരു കാര്യം കേട്ടോ കാണിക്കുന്നത്. അതായത് നമ്മുടെ ജിയോൺ മുൻപ് ഈ ഒരു കരിയർ വേലത്തെ എംപ്ലോയി ആയിരുന്നു. ഇവളുടെ എന്തോ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ CEO മരിച്ചുപോയി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും ഇവളെയാണ് ഒരുപാട് ബ്ലെയിം ചെയ്യുന്നത്. ഇവൾ കാരണമാണ് ഇങ്ങേരും മരിച്ചതെന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിലൊക്കെ ഇവൾ ഒരുപാട് വിഷമിച്ചിരുന്നു. ഒരുപാട് എംപ്ലോയീസ് ഇവളെ താഴ്ത്തി കെട്ടി, ഇവൾ കാരണം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൾ ഒരുപാട് കുറ്റപ്പെടുത്തി. തിരിച്ചു വരാൻ നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടായെന്നൊക്കെ അന്ന് ചോദിച്ചു. വീണ്ടും ഈ ഓഫീസിലേക്ക് വന്നപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവളുടെ മെമ്മറിയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവൾ വീണ്ടും സ്ട്രെസ്ഡ് ആവുകയാണ്. ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട് അവൾക്ക്. ഇനി എന്നെ ഇവിടേക്ക് വരുത്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ജിയോൺ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇവൾക്ക് മുൻപത്തെ കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തു, കളിയാക്കി, ഒരുപാട് എംപ്ലോയീസ് ഇവളെ കുറ്റപ്പെടുത്തി, അതൊക്കെ ഉള്ള മെമ്മറിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് മൈൻഡിലല്ല അവൾ നിൽക്കുന്നത്. ഇപ്പോൾ വീഴും നിലത്തേക്ക് എന്നൊരു സിറ്റുവേഷനിലാണ് അവളവിടെ നിൽക്കുന്നത് കേട്ടോ. അവൾ മെല്ലെ കണ്ണൊന്ന് തുറന്ന് നോക്കുമ്പോൾ ദൂരെ നിന്ന് ഏതോ ഒരാൾ ഇവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ യുൺവു ആണ്. ഇവള് നിലത്തേക്ക് വീഴുന്നതിന് മുൻപ് വന്ന് പിടിക്കുകയാണ് കേട്ടോ. യുൺവു വന്ന് പിടിച്ചതിന് ശേഷം ഇവൾ അൺകോൺഷ്യസ് ആയി അവൻ്റെ ഷോൾഡറിൽ വീഴുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്.